ഇപ്പോൾ വനമന്ത്രി കെ ശശീന്ദ്രൻ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം, ഈ മാധ്യമപ്രവർത്തനത്തിന് നിയന്ത്രണം വരുന്നൊരു സാഹചര്യം, അവിടെ ചിത്രം എടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വിലക്ക് വരുന്നു. അത് ഈ വനം വകുപ്പിന്റെ ചില പിടിപ്പുകേടുകൾ പുറത്തു വരുന്നതിന്റെ ഒരു പ്രശ്നമാണെന്നുള്ള ആക്ഷേപവും വരുന്നു. അങ്ങനൊരു നീക്കം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോറസ്റ്റ് കൺസർവേറ്റർ പറഞ്ഞപ്പം അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ മാധ്യമങ്ങൾ വരുന്നു, ജനങ്ങൾ വരുന്നു, ആൾക്കൂട്ടമുണ്ടാകുന്നു. അത് ഈ വന്യമൃഗത്തെ വെടിവെക്കാനോ പിടികൂടാനോ മയക്ക് വെടിവെക്കാനോ ഒക്കെ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ ഒഴിവാക്കി ഉദ്യോഗസ്ഥന്മാർക്ക്, ജീവനക്കാർക്ക് സുഗമമായി ഈ കർത്തവ്യ നിർവഹണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനപ്പുറത്തൊന്നും ഉദ്ദേശിക്കുന്നില്ല. അല്ല, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ സ്വയം നിയന്ത്രണമാണ്. നിങ്ങൾ തന്നെ ഇപ്പോൾ അവിടെ തന്നെ നമുക്ക് ഇന്നലെ 144 പ്രഖ്യാപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വയനാട് കടുമയെ നമ്മൾ പിടിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യാൻ. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് അവർ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ വെടിവെക്കുമ്പോൾ ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ ആ ആൾക്കൂട്ടത്തിൻ്റെ ആരവവും അവരുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരു പാകമായ അന്തരീക്ഷവും സൗകര്യമായ സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ മാത്രമേ ഏത് വന്യമൃഗത്തെയും വെടിവെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള സാഹചര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഞാൻ മുമ്പിൽ എന്ന മത്സരബുദ്ധിയോടുകൂടിയുള്ള മാധ്യമപ്രവർത്തകരുടെ മുന്നേറ്റം ചിലപ്പോൾ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ അതാ സമയത്ത് തരാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടത്. കാരണം നിങ്ങൾക്ക് വാർത്തകൾ ജനങ്ങളെ അറിയിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പര്യാപ്തമായ സംവിധാനത്തിൽ എന്തെങ്കിലും അത് നിങ്ങൾ നിർദ്ദേശിക്കുക. നമുക്കിങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയാൽ സൗകര്യമായിരുന്നു. എന്നാൽ നിങ്ങളുടെ കടമയും നിങ്ങൾക്ക് ജനങ്ങളോടുള്ള ബാധ്യത നിങ്ങൾക്കും നിറവേറ്റാൻ പറ്റും, ജനങ്ങളോടുള്ള ബാധ്യത ഉദ്യോഗസ്ഥന്മാർക്കും ഗവൺമെൻറ്റിനും നിറവേറ്റാം. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോയിലേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ നമ്മൾ തമ്മിലാണ് ഉണ്ടാകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. 2018 അവിടെ ആനമതിൽ പണിയാൻ ഭരണാനുമതി ലഭിച്ചത്. ഇപ്പോൾ 7 വർഷം. അല്ല, അവിടെ തെറ്റാതെ ഒന്നാം ഘട്ടം നേരത്തെ പൂർത്തിയാക്കി. രണ്ടാം ഘട്ടമാണിത്. ഒന്നാം ഘട്ടം 2018 തുടങ്ങിയത് പൂർത്തിയാക്കി പോരാ. അത് സമാനമായി നിരന്തരം പറയുന്നതാണ്. അല്ല, അത് ഇതിനെ ജോലി തീരാനൊരു സമയം വേണ്ട സുഹൃത്ത്. നാട്ടുകാർ പറയുന്നത് പറഞ്ഞാൽ അവരുടെ ഉത്കണ്ഠ കൊണ്ട് പറയുന്നതാണ്. കാരണം അവരുടെ മുമ്പിൽ നിയമവും യുക്തിയും അപ്രസക്തമാണ്. അതേസമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ടെൻഡർ നടപടിയിൽ കാലാവധി ഉണ്ടാവും. ആ കാലാവധിക്കകം പൂർത്തിയാക്കുന്നുണ്ടോ ഇല്ല എന്ന് മാത്രമേ ആർക്കും നോക്കാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥ തലത്തിലുള്ള പരിശോധന സാധിക്കുള്ളൂ. മറ്റത് ചിലപ്പോൾ ടെൻഡർ കാലാവധിക്ക് മുമ്പ് തന്നെ പ്രവർത്തനം പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ, അതിപ്പം കെട്ടിടങ്ങളായാലും ഓഫീസുകൾ, ഇപ്പോൾ റോഡിനൊക്കെ ചില ഘട്ടത്തിൽ അത്രയധികം കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ കാലതാമസം ഉദ്യോഗസ്ഥ തല കാലതാമസം ഉണ്ടായിട്ടുണ്ടോ, ഗവൺമെൻറ് തല കാലതാമസം ഉണ്ടായിട്ടുണ്ടോ, അത് പ്രത്യേകം നമുക്ക് നോക്കാം. അല്ലെ, വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാവുന്ന കാലഘട്ടമാണല്ലോ ഇപ്പോൾ, പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ. അപ്പൊ ഇത്തരം ആറേഴത്തൊക്കെ മുമ്പ് 16 പേര് മരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വന്യജീവി ആക്രമണം സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരു മുന്നറിയിപ്പ്, ഒരു ജാഗ്രത സർക്കാർ എടുക്കേണ്ടതായിരുന്നു. അവിടെയാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നതിൽ കുറവുണ്ടായിട്ടുണ്ടോ, പിന്നെ ഏർലി വാർണിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്നതിലുണ്ടായോ. ഇപ്പം പ്രത്യക്ഷത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അടിക്കാടുകൾ വെട്ടുന്ന കാര്യത്തിലുള്ള കാലതാമസമാണ് പ്രത്യക്ഷ. എന്നാൽ കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് വരുമ്പോൾ അവർക്ക്, അവിടെ താമസിക്കുന്നവർക്ക് ഇത്തരം വന്യമൃഗങ്ങളെ കണ്ടാൽ എങ്ങനെ രക്ഷപ്പെടണമെന്നൊക്കെ അവർക്ക് നന്നായി, നമ്മളെക്കാളൊക്കെ നന്നായി അവരുടെ നാട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അവർ ശ്രദ്ധയിൽപ്പെടുന്നതൊക്കെ ഇത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. NCP കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു. അല്ല, പുതിയ അധ്യക്ഷൻ 24-ാം തീയതി അഖിലേന്ത്യാ നേതാക്കൾ ഇവിടെ സംസ്ഥാന നേതാക്കളുമായി ആലോചിച്ച് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തും. നാളെ 25 നാളെ മന്ത്രിയോട് ചോദിച്ചാലല്ലേ പറയേണ്ടുള്ളൂ. അന്നേരം എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അതിപ്പോൾ ഞാനിങ്ങനെ നിങ്ങളോട് ചർച്ച ചെയ്യാം. നമ്മുടെ അധ്യാപക സംഘടനയുടെ സമ്മേളനമാണ് അളകാവതി, അത് വേറെ യോഗമൊന്നുമില്ല. അങ്ങനെയല്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, ഇവിടെ ഒരു പാർട്ടിയുടെ ഒരു പദവി ഒഴിവ് വന്നാൽ ആ ഒഴിവ് ഉന്നത നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് കേന്ദ്ര നേതൃത്വം ആണ് ഒഴിവ് നികത്തുന്നത്. കേന്ദ്ര നേതൃത്വത്തിലെ തീരുമാനം ധിക്കരിക്കുന്ന ഒരു പ്രവണതയും ഒരു സ്വഭാവവും ഇതേവരെ കേരളത്തിലെ NCPക്ക് ഉണ്ടായിട്ടില്ല. ആ നിർദ്ദേശം സ്വീകരിച്ച് ഐക്യത്തോടുകൂടി പോവുക എന്നതാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതിനിടയിൽ വരുന്ന മാധ്യമ വാർത്തകളൊക്കെ വളരെ ഭാവനാ സൃഷ്ടിയും, പിന്നെ അതാണല്ലോ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ പങ്കും അതിൻ്റെ അകത്ത് ചെറുതല്ലല്ലോ.
ഒരു ജനാധിപത്യ രീതി അല്ലേ, മുൻ പ്രസിഡന്റ് ഒരു ജനാധിപത്യ രീതിയിലായിരുന്നില്ല കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതാണോ അദ്ദേഹത്തിന്റെ ഒരു പടിയിറക്കം? അല്ല, അദ്ദേഹത്തിന് ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണിപ്പോൾ. ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രായവും എല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് സഹായിക്കാൻ ഞങ്ങൾ PC ചാക്കോയുടെ സേവനം അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കേന്ദ്രത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമ്മളൊരു വർക്ക് ഡിവിഷൻ എന്ന് മാത്രം കണ്ടാൽ മതി. കേരളത്തിൽ അധികം ഉണ്ടാവില്ല, കേന്ദ്രത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ. അല്ല, അദ്ദേഹം കേരളത്തിലെ NCP-കാരുടെ നേതാവല്ലേ? അല്ല, പിന്നെന്താണ്? അദ്ദേഹത്തെ പരിപാടികൾക്ക് പിന്നെ വിളിക്കൂലേ? അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുമായിട്ട് ചർച്ച ചെയ്യില്ലേ? ഞങ്ങൾ അങ്ങോട്ട് ചർച്ച ചെയ്യില്ലേ? അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനം കാര്യക്ഷമമായി നടത്താനുള്ള ഒരു നിലപാടായിരിക്കും ആര് പ്രസിഡന്റായാലും നടപ്പിലാക്കുക. അല്ല, ഇപ്പം പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഇപ്പം തന്നെ നിങ്ങളിപ്പോൾ ഇതൊരു പ്രശ്നം ഉണ്ടാക്കിയല്ലേ. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ നാളെ നല്ലൊരു പ്രസിഡന്റിനെ കണ്ടെത്തും എന്നാണിപ്പം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അവർക്ക് കൂടുതൽ ചർച്ച ആവശ്യമുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ശരി.